വഹാബികൾക്ക് നേരെ അങ്ങനത്തെ ഒരു ആരോപണം സുന്നികൾ നടത്തിയിട്ടില്ലല്ലോ. കാരണം സുന്നികൾ ഒരു കാര്യം പഠിച്ചിട്ടേ പറയുള്ളൂ. വഹാബികൾ ചില കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്, അതിന് പല എഹ്തിമാലാത്തുകളുമുണ്ട്. പക്ഷെ സുന്നികളിവിടെ പറയുന്ന കാര്യങ്ങൾക്ക് പല എഹ്തിമാലാത്തുകളുമുണ്ട്. ചില ഫുറൂഖിയായ പല വിഷയങ്ങളിലും അതിനൊക്കെ അവർ തെളിവുകൾ നിരത്തുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ ഒരിക്കലും കേടുവരാതെ സൂക്ഷിക്കണ്ടേ നിങ്ങൾ? ഒരു പരസ്പര ബഹുമാനവും ഈ വെറുപ്പും വിദ്വേഷമൊക്കെ മാറ്റിവെച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യവേദിയിൽ പോലും നുഴഞ്ഞു കയറുന്ന നിങ്ങൾ ഒരു കാര്യമെങ്കിലും അംഗീകരിക്കണ്ടേ? സുന്നികളെ മുസ്ലിമീങ്ങളാണെന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? സുന്നികളെ, ഈ കലിമ ഉച്ചരിക്കുന്ന, ഉറക്കെ പ്രഖ്യാപിക്കുന്ന സുന്നികളെ എന്തിനേറെ ഇത് ഏത് സാഹചര്യത്തിൽ ഇയാൾക്ക് പറയാൻ പറ്റുമോ? വയനാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ആലോചിച്ചു. യാതൊരു ഉളുപ്പും മടിയില്ലല്ലോ ഇവർക്ക്. ഇനിയും ഇപ്പോൾ ഇയാളെ പ്രസംഗം മുഴുവൻ അവർ ശരിവെക്കുക. അപ്പോൾ ഓരോ പ്രവർത്തകരെ ഇവർ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, പല ആളുകളെ കൂലി പ്രഭാഷകന്മാരെ വെച്ചു. അതുകൊണ്ട് ഇതിനുത്തരം പറയേണ്ടത് കേന്നമുകാരാ നിങ്ങളാണ്. നിങ്ങൾ ഉത്തരം പറയണം. ഇയാളുടെ പ്രസംഗത്തിന് ഇയാൾക്ക് ഇതിന് വളം വെച്ചു കൊടുത്തതാരാ? പിന്നെ നിങ്ങൾ പറയും നിങ്ങളുടെ കൂട്ടത്തിലൊരു മൂത്തേടും ഇല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലൊരു മൂത്തേടും ഇല്ലേന്ന്. മുത്തേടം റഹ്മത്തുള്ളാ ഖാസിമിയുടെ എല്ലാ നിലപാടുകളോടും നമ്മൾ യോജിച്ചുകൊണ്ടല്ല പറയണത്. അദ്ദേഹത്തിൻ്റെ ചില ശൈലികളൊക്കെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് വഹാബികൾ കാഫിറാണ്, മുജാഹിദുകൾ കേരള നദുവത്ത് മുജാഹിദീൻ മുശ്രിക്കാണ്, ഒരു മുശ്രിക്കുകളാണ്, കാഫിറാണ് എന്ന് പ്രസംഗിച്ചത് എവിടെയെങ്കിലും ഉണ്ടോ? അയാൾ എന്നുള്ളതല്ല. കേരളത്തിലെ സുന്നികൾ, സമസ്തയുടെ ആലിമീങ്ങൾ, അവർ ബിദഅികളാണ്, മുബ്തദിഉകളാണ്, അവർ മുബ്തദിഉകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ചില നിരുത്സാഹം, അവരുടെ കാര്യങ്ങളോട് ചില നിരുത്സാഹം രേഖപ്പെടുത്താൻ പറഞ്ഞു. അതിനാണ് തർക്കുൽ മുവാലാത്ത് കൊണ്ടുവന്നത്. സലാം പറഞ്ഞാൽ മടക്കണ്ട, സലാം പറയാൻ പോകണ്ട, വഹാബി കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സഹകരണമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മുനാഫിക്കുകളായ ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച നിലപാടാണ്. കാരണം വഹാബികൾ ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങൂല. ഓലയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം അവർ നുഴഞ്ഞു കയറി പെഞ്ചതൽ പോലെ വന്നുകൊണ്ട് അവർ നടത്തും. അതുകൊണ്ട് നിങ്ങൾ അവരംഗീകരിക്കരുത്. അതുകൊണ്ട് അവരുമായിട്ടൊരു അകൽച്ച. നമ്മളെ സഹോദര സമുദായങ്ങളോടും മറ്റു മതസ്ഥരോടും ഒക്കെ നല്ല നിലപാട്, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇവരോട് അതാണ് അന്നത്തെ തർക്കുൽ മുവാലാത്ത്. ഇന്ന് അതും അത്തരം തീവ്രവാദമോ അത്തരം സ്ട്രോങ് ആയ നിലപാടുകളൊന്നും ഇപ്പോൾ ആരും സ്വീകരിക്കണില്ല. അത് പറയണമില്ല. അന്ന് ചില ഉസ്താദുമാരൊക്കെ പറഞ്ഞു. അത് ഇപ്പോൾ അത് രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ചുവേലിയുടെ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞെന്താ, വഹാബിയോട് സഹകരിക്കരുതെന്നാണ്. അവർ മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ അവർ ഇസ്ലാമെന്ന് പുറത്താണോ എന്നോ സമസ്തയുടെ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളോ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരോ MT ഉസ്താദോ എന്തിനേറെ മുത്തേടം കാസിമി ചുഴലിക്ക് ബദലാണ്. ഒരു മുത്തേടം വന്നപ്പോൾ ഒരു ചുഴലിയും വന്നു, ഒരു ചുഴലി വന്നപ്പോൾ ഒരു മുത്തേടം വന്നൊക്കെ പറഞ്ഞ് മുത്തേടം റഹ്മത്തുള്ളാ ഖാസിമിയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുക, അദ്ദേഹത്തിന് ചില സ്വരങ്ങളും ശൈലികളും മാറ്റണം. പക്ഷേ സുന്നത്ത് ജമാഅത്ത് വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ അത് പിൻവലിക്കേണ്ട ആവശ്യമില്ലാതെ കൃത്യമാണ്, സത്യം. അദ്ദേഹം ഇതുവരെ, ഈ ഖാസിമി പോലും ഇതുവരെ വഹാബികൾ കാഫിറാണ്, മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു, അതാണ് ഗുരുതരമായ ആരോപണം. അങ്ങനെ പറയില്ല, പറയാൻ കഴിയൂല. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതമൂല്യന്മാർ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടല്ല. ഷഹാദത്ത് വിശ്വസിച്ച, 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമീങ്ങളെ നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങളാണോ കോംപ്രമൈസിന് വരുന്നത്, ഐക്യമെന്ന് പറഞ്ഞു വരുന്നത്? ഇവരെ ഐക്യപ്പെടുത്താനാണോ ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള ഈ കുഫ്രാരോപണം ആദ്യം അവസാനിപ്പിക്കണം. അവർ തിരുത്തണം. ഈ കുഫ്രാരോപണം അവർ തിരുത്തണം. എന്നിട്ട് സുന്നികളെ മുസ്ലിമീങ്ങളായിട്ട് കാണാൻ അവർ തയ്യാറാവണം. അങ്ങനെ മുജാഹിദിനെ ഒരു മുത്തേടത്തെ കിട്ടിയതാണ്. എടോ, നീ ഉണ്ട് വെല്ലുവിളിക്കാൻ ഞാൻ നിന്നെ. ഞാൻ വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ ഇന്റെ ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് നീ എന്താ ഞാൻ സമ്മതിക്കാം. മുജാഹിദ് കാഫിറാണെന്ന് എന്റെ ജീവിതത്തെ പറഞ്ഞില്ല. ഇനി ഒരു മൂത്തേടത്തെ മാത്രമല്ല അവർക്ക്, ഒരു ചുഴലിയെ മാത്രമല്ല അവർക്ക് കിട്ടിയത്. ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ്. 1982 പഠിക്കടോ. ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ? കേരള വഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ K. ഉമർ മൗലവി
മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന EK ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മര്യാദക്കാരുണ്ട്. അസ്ലിം തസ്ലിം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മാതു ബൈക്. നീ മുസ്ലിം ആയിക്കോ എന്നാൽ നീ നാളെ രക്ഷപ്പെടും. ഇപ്പോൾ താങ്കൾ കാഫിറാണ്. ഇന്നൊരു വിദ്വാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലുള്ളത് മനസ്സിലാക്കേണ്ടത് എങ്ങനെ അങ്ങനെ മുജാഹിദുകൾക്കും ഒരു മുത്തേടത്തെ കിട്ടി. അതായത് ഒരു ചുവേലി എന്ന പേരിലോ മറ്റുള്ള ഒരു മുസ്ലിയാർ, ഒരു മൗലവി, എന്താണ് മുസ്ലിങ്ങളുടെ സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ്, സുന്നികളെ തുടർന്ന് നിസ്കരിക്കുന്നത് സാമിയെ തുടർന്ന് നിസ്കരിക്കുന്നത് സമമാണ് എന്ന് പറഞ്ഞു. അവർ തനിച്ച കാഫറുകളാണ് എന്ന് എന്നിട്ട് അപ്പോൾ അയാളെ നന്നാക്കലല്ല ലക്ഷ്യം, മൂത്തേടത്തിന്റെ പുറത്തേക്ക് കയറലാണ്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് അരമണിക്കൂറെങ്കിലും കാഫറായിട്ടുണ്ടെന്ന് ഞാൻ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദിന്റെ പള്ളികൾ അമ്പലങ്ങളാണെന്ന് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അതും കേട്ട് വിളിക്കുക. ഇവനൊക്കെ സിറാത്ത് പാലത്തിന് എന്താ ചെയ്യുക? ഞാനെന്താ പറഞ്ഞു? മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, പക്ഷേ മുൻഗാമികൾക്കില്ലാത്ത വിശ്വാസധാര കൊണ്ടുവന്നത് കൊണ്ട് അവർ മുബത്തദികളാണ്. ഇതിന്റെ പേരിലുണ്ടാക്കിയ കുറെ സംഘടന ഉണ്ട് കേരളത്തിൽ. അവരിന്നത് മറന്നാലില്ലെങ്കിലും സമസ്ത അത് പറയണ്ടാക്കിയതാ, സമസ്ഥാന അത് പറയണ്ടാക്കിയതാ, ദക്ഷിണ കേരള വരത് പറയണ്ടാക്കിയതാ. എന്ത്? മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, പക്ഷെ അവർ മുബത്തദികളാണ്, കാഫറുകൾ അല്ല. അതേ സമയത്ത് കാഫർ അല്ലാത്തവരെ കാഫറാകുമോ എന്ന നിയമം അവരുമിൽ വന്നേക്കാം. അത് വേറെ കാര്യം. ഞാൻ എന്റെ വായി കൊണ്ട് പറഞ്ഞിട്ടില്ല. മുജാഹിദ് പള്ളി അമ്പലമാണെന്നോ ചർച്ചാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മുജാഹിദ് പള്ളി കയറി നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? അവർ മുബത്തദികളാകുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാൽ, അവർ ഷർത്തും ഫർളും പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇത് കിതാബിൽ എഴുതി വെച്ചതാണ്. ഷർത്തും ഫർളും ചിലപ്പോൾ അവർ പാലിക്കൂല, അപ്പോൾ നിസ്കാരാവൂല, തുടർന്ന് നിസ്കരിക്കുമ്പോൾ. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ പറഞ്ഞില്ല, അവരുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു ക്രൂരനാണ്. ലക്ഷക്കണക്കായ ആളുകളെ കൊന്നിട്ടാണ് അയാളുടെ വിശ്വാസധാരയെ അയാൾ സ്ഥാപിച്ചത്. ഇതിന് ഞാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ, ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രൂഫ് ആൻഡ് എവിഡൻസ് മലയാളക്കരയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മുജാഹിദ് കാഫറാന്ന് എന്നാ പറഞ്ഞത്? മുജാഹിദിനെ പള്ളി അമ്പലാണ് ചർച്ച ഞാൻ എന്നാ പറഞ്ഞത്? മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചവൻ കാഫറാവുന്നു ഞാൻ എന്നാ പറഞ്ഞത്? മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചവൻ സാമിനെ തുറന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്നാ പറഞ്ഞത്? നിങ്ങൾ ഇന്ന ഈ പറയുന്ന കുറ്റങ്ങൾ അള്ളാഹിനെ കൊടുത്ത് എന്താ പറയാ? ഞാൻ പറഞ്ഞത് വരക്കൽ ബാലബി മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞ, ഞാൻ പറഞ്ഞത് ബാഫക്കത്തങ്ങൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞ, ഞാൻ പറഞ്ഞത് ശംസുലമി കണ്ണിയത്ത് പറഞ്ഞ, അത്രയേ ഉള്ളൂ. അതൊന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തിയാണ് വഹാബികൾ അവരുടെ വിശ്വാസധാരയെ സ്ഥാപിച്ചത് എന്നതിനുള്ള നൂറുകണക്കിന് പൊളിക്കാൻ പറ്റാത്ത പ്രൂഫ് ആൻഡ് എവിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് അപ്പോഴും എന്റെ പുറത്ത് കയറലാണ്. അയാളെ നാക്കിൽ ഒരു രക്ഷയില്ല. ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ വെല്ലുവിളിക്കാണ്. ഒരു വിദ്വാൻ, അവൻ പലതും പറയാറുണ്ട്, ഞാനിന് മറുപടി അറിയാനില്ല. എന്തുകൊണ്ട്? ഭ്രാന്തിന് മറുപടി ഇല്ല. എന്നാ ഇതും ഭ്രാന്തല്ലേ? ഇത് ഭ്രാന്താണെങ്കിലും ഇത് വളരെ അപകടകരമായ ഒരു വാക്കാണ്. അങ്ങനെ മുജാഹിദിന് ഒരു മുത്തേടത്തെ കിട്ടിയതാണ്. എടോ, നീ ഉണ്ട് വെല്ലുവിളിക്കാൻ ഞാൻ നിന്നെ. ഞാൻ വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ ഇന്ത്യ ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് നീ എന്തോ ഞാൻ സമ്മതിക്കാം. മുജാഹിദ് കാഫിറാണെന്ന് എന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞില്ല. ഇനി ഒരു മൂത്തേടത്തെ മാത്രമല്ല അവർക്ക്, ഒരു ചുവലിയെ മാത്രമല്ല അവർക്ക് കിട്ടിയത്, ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ്. 1982 പഠിക്കടോ. ഒരു ചുവലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ? കേരള വഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന, മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന EK ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മര്യാദക്കാരുണ്ട്. അസ്ലിം തസ്ലിം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മാതു ബൈക്. നീ മുസ്ലിം ആയിക്കോ എന്നാൽ നീ നാളെ രക്ഷപ്പെടും. ഇപ്പോൾ താങ്കൾ കാഫിറാണ്. ഇതാരെ എഴുതിയടാ? ഒരു ചൊല്ലിയല്ല. ഇപ്പൊ കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചൊല്ലിയെ തിരുത്തണം. എന്തിനാണോ തിരുത്തത്? ഒരു ചൊല്ലിയെ തിരുത്തിയ പ്രശ്നം തീരുമോ?
കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലീനിയസായ നേതാവെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണെന്ന്. അത് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അന്ന് 2 സുന്നി യുവജന സംഘം ഇല്ല. ഇന്നിപ്പോ നിങ്ങൾ ചോദിക്കുന്നത് ഏത് സുന്നി യുവജന സംഘമാണ്? ഇന്ന് 2 സ്ഥലത്ത് സുന്നി യുവജന സംഘം ഉണ്ട്. അന്ന് ഒരു സുന്നി യുവജന സംഘമുള്ളത്. അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആര്? സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ. ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ്. ഇത് വെണ്ണൂർ ചാടിയതല്ല, വയസ്സുണ്ടായിട്ടാണ്. ഞാൻ പോരുന്ന വഴിക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല. ഞാൻ കുറച്ച് കാലമായി ഇവിടെ ജീവിക്കണം. ഞാനന്ന് ജീവിച്ചതാ. ഈ അസ്ലം തസ്ലം എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ വാർക്കുക. പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. മരിക്കണ നേരത്ത് അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത്. കരഞ്ഞത് എന്റെ മകനെ കിട്ടുന്നുണ്ട്. ഇതെന്തിനാ ചുവലിയെ തിരുത്തുന്നത്? ഒരു ചുവലിയെ തിരുത്തിയാ തീരുന്ന പ്രശ്നമാണത്. കേരള നെതുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ്, എക്കാലത്തെ ഒരു നേതാവ്, മഹാനായ നേതാവ് കത്തച്ചു. ആർക്ക്? EK ഹസൻ മുസ്ലിം കത്തച്ചു. അസ്ലിം, താങ്കൾ മുസ്ലിം ആവുക. താങ്കൾ എന്നുള്ളത് എന്റെ ഭാഷയാണ്. നീ എന്ന് അർത്ഥം വെക്കാം. നീ മുസ്ലിം ആവുക. തസ്ലം എന്നാൽ തനിക്ക് രക്ഷപ്പെടാം. തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേറേണ്ടി വരും. ഇതല്ലേ അർത്ഥം? ഇതല്ലേ പച്ച മലയാളം അർത്ഥം?